Good morning. Okay, സുഖാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയോ? സുഖം. വായിച്ചു നോക്കിയിട്ടുണ്ട്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണോ? എത്ര വരെയാണ് നമ്മൾ എടുത്തത്? ഡോക്യുമെന്റ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർ. ക്ലിയർ ആണല്ലേ? ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കിയേ, സ്റ്റോർസ് വേരിയേഷൻസ്. നെക്സ്റ്റ് പോർഷൻ ആണ് സ്റ്റോർസ് വേരിയേഷൻസ്. മിസ്സിന് സുഖാണ് കേട്ടോ. ഓക്കെ, എങ്ങനെയൊക്കെ സ്റ്റോർസിൽ വേരിയേഷൻസ് വരാം? എങ്ങനെയൊക്കെയാ വേരിയേഷൻസ് വരുന്നത്? പറയാൻ പറ്റോ? സ്റ്റോർസില് വേരിയേഷൻസ് എങ്ങനെയൊക്കെയാ വരുന്നത്? എങ്ങനെയൊക്കെ സംഭവിക്കാം? ആക്യുറസി ഇല്ലാത്തത് കാരണം. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? കമന്റ് ഉണ്ടോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓവർ സ്റ്റോക്കിംഗ് കാരണം. ഓക്കെ, സേഫ്റ്റി ഇല്ലാത്തത് കാരണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോക്കാം കേട്ടോ എന്താണെന്നുള്ളത്. സ്റ്റോർസ് വേരിയേഷൻസ്. It is due to wrong entries. Wrong entries അല്ലെ, അവര് ഓരോ സ്റ്റോർസിലും എന്താണ് മെറ്റീരിയൽസ് കൊണ്ടുവരുന്നു, അത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് വെക്കൂലേ. എൻ്റർ ചെയ്ത് വെക്കുമ്പോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാകുമ്പോ അതിനകത്ത് സ്റ്റോർസില് വേരിയേഷൻസ് വരാം. അതുപോലെ എന്താണ് ഷോർട്ടേജ് ഓഫ് ഓവർ ഇഷ്യൂ. നമ്മൾ പറഞ്ഞില്ലേ ഓവർ സ്റ്റോക്കിംഗ്, അല്ലെങ്കിൽ എന്താണ് ഓവർ ആയിട്ട് നമ്മൾ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ ഓവർ ആയിട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയേഷൻസ് വരാറുണ്ട്. കെപ്റ്റ് ഇൻ റോങ് ബിൻ. എന്താ ബിന്ന്? എന്താ ബിൻ? പിന്നെന്താ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് പ്രത്യേകമായിട്ടുള്ള ബോക്സുകളിലോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലോ ആക്കിയിട്ട് എന്താണ് ഐറ്റംസുകൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോ ഓരോ ഐറ്റംസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ബോക്സുകളോ കണ്ടെയ്നറുകളോ ഒക്കെ ഉണ്ടാവും അല്ലെ. ആ കണ്ടെയ്നറുകളിൽ ചിലപ്പോ ഇന്ന ഐറ്റംസിന്റെ എന്താണ് സെപ്പറേറ്റ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ കൊണ്ടുപോയി ഇടാതെ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ബോക്സുകളിലൊക്കെ മാറ്റി ഇടുകയാണെങ്കിലും എന്താണ് സ്റ്റോർസില് വേരിയേഷൻസ് സംഭവിക്കാറുണ്ട്. അതുപോലെ എന്താണ് പിൽഫ്രേജ് അല്ലെ. എന്താണ് പിൽഫ്രേജ് എന്ന് പറഞ്ഞാല്? പിൽഫ്രേജ് എന്താ? പിൽഫ്രേജ് എന്താണ്? മോഷണം സംഭവിക്കാം, മെറ്റീരിയൽസ് മോഷ്ടിച്ചു കൊണ്ടുപോകാം. അതുപോലെ എന്താണ് ഇവാപോറേഷൻ. ഇവാപോറേഷൻ എന്താണ്? പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്ന ഐറ്റംസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്താണ് അതിലും സ്റ്റോർസിൽ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. എന്താണ് ഇവാപോറേഷന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവാപോറേഷൻ എക്സാമ്പിൾസ്. സ്പിരിറ്റ്, പെട്ടെന്ന് ബാഷ്പമായിട്ട് അല്ലെങ്കിൽ ബാഷ്പീകരിച്ചു പോകുന്ന മെറ്റീരിയൽസ് സ്പിരിറ്റ്. ഇനി എന്താണ് വേസ്റ്റ് ആയിട്ട് പോകാം അല്ലെ, എക്സ്പയറി ആയിട്ടുള്ള സാധനങ്ങള്. അതുപോലെ എന്താണ് കാലാഹരണപ്പെട്ടത്, ഓൾഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ആയിട്ട് പോകാം. അപ്പോ ഈ എന്താണ് റീസൺസ് ഒക്കെ കാരണമാണ് സ്റ്റോർസിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? റോങ് എൻട്രീസ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഓവറായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ, ഷോർട്ടേജ് ഉണ്ടാവുന്നതിലൂടെ. അതുപോലെ എന്താണ് റോങ് ബിന്നിൽ അല്ലെ, ചിലപ്പോ സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് എന്താണ് പർട്ടിക്കുലർ ഐറ്റംസിന്റെ ബോക്സിൽ ഇടാതെ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ബിന്നിലാക്കി വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. അതുപോലെ മോഷണം സംഭവിക്കുന്നുണ്ട്. മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോ ചിലപ്പോ അവിടെയുള്ള സ്റ്റാഫുകൾ തന്നെ
അല്ലെ ഓവർ സ്റ്റോക്കിങ്ങോ അണ്ടർ സ്റ്റോക്കിങ്ങോ ഒക്കെ കാണുമ്പോൾ എന്താണ് അതിൽ നിന്ന് എടുത്തിട്ട് പോവാം, അങ്ങനെയും മോഷണം സംഭവിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റോക്കിൽ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ എന്താണ് വേസ്റ്റ് ആയിട്ട് വരുന്നത് എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസ്, അതുപോലെ എന്താണ് കാലാഹരണപ്പെടല്, ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റുകളായിട്ട് പോകുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് സ്റ്റോർസ് വേരിയേഷൻസിൽ വരുന്നത്. ഇനി നോക്കിയേ, ജസ്റ്റ് ഒന്ന് നോക്കിയേ, പിൽഫ്രേജ്. എന്താണ് പിൽഫ്രേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാനായിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. പിൽഫ്രേജ് എന്താണെന്ന് ചോദിക്കാം. എന്താണ്? ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂ. എന്താണ്? കുറഞ്ഞ മൂല്യം അല്ലെ. ലോ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങൾ മോഷണം നടത്തുന്നതിനെയാണ് പിൽഫ്രേജ് എന്ന് പറയുന്നത്. എന്താണ് പിൽഫ്രേജ് എന്ന് പറഞ്ഞാല്? കുറഞ്ഞ മൂല്യമുള്ള ഐറ്റംസുകള് മോഷണം നടത്തുന്നു, അതിനെയാണ് പിൽഫ്രേജ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ പിൽഫ്രേജ് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്താണെന്നുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂ. കുറഞ്ഞ മൂല്യമുള്ള ഐറ്റംസുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് മോഷണം പോകുന്നതിനെയാണ് പിൽഫ്രേജ് എന്ന് പറയുന്നത്. പിൽഫ്രേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ മോഷണം എന്നാണെന്നുള്ളത്. അപ്പൊ അത് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്ത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ. എന്തൊക്കെയാണ് ഉദ്ദേശങ്ങൾ? സ്റ്റോക്ക് വെരിഫിക്കേഷന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റ് ഏതൊക്കെ പോയിന്റ് ആണെന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി, അധികം പഠിക്കാനില്ല, കോംപ്ലിക്കേറ്റഡ് അല്ല. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് അക്കൗണ്ടബിലിറ്റി അല്ലെ, ഉത്തരവാദിത്വം അല്ലെ. അക്കൗണ്ടബിൾ ആയിരിക്കണം. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് നല്ല രീതിയിൽ അക്കൗണ്ടബിൾ ആണോ എന്നുള്ളത് സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കൃത്യമായിട്ട് ആ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ എന്തെങ്കിലും വ്യത്യാസം, സ്റ്റോക്ക് വെരിഫൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവര് നല്ല ഉത്തരവാദിത്വത്തോടെ അല്ല പ്രവർത്തിക്കുന്നത്, അവര് മര്യാദ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അതാണ് അക്കൗണ്ടബിലിറ്റിയിൽ വരുന്നത്. ഇനി എന്താണ്? ആക്യുറസി. സെയിം പോയിന്റ് തന്നെയാണ്. ആക്യുറസി എന്താണ്? നല്ല രീതിയിൽ സ്റ്റോക്ക് നോക്കുമ്പോൾ അത് നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് കാര്യക്ഷമമായിട്ട് അവര് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആ സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ ചെയ്യാനായിട്ട് നോക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, കൃത്യമായിട്ട്. ഇനി എന്താണ്? ഒബ്സർവിംഗ് ഓഫ് ത്രെഫ്റ്റ് ആൻഡ് പിൽഫ്രേജ്. നമുക്കറിയാം എന്താണ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും സാധനം മോഷണം പോവുകയോ അല്ലെങ്കിൽ കളവ് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. ഇനി എന്താണ്? എക്സാമിനിങ് ഓഫ് സിസ്റ്റം. നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണോ നടക്കുന്നത്, സ്റ്റോക്കിന്റെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതും സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ നോക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? റിവ്യൂ ഓഫ് സേഫ്റ്റി. അവിടെ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവലോകനം നടത്താനായിട്ട് പറ്റും. സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുമ്പോൾ എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് സേഫ്റ്റി ഉണ്ടോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് തരണം ചെയ്തു പോകാനായിട്ടുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആ സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോ സ്റ്റോക്ക് വെരിഫിക്കേഷന്റെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? അക്കൗണ്ടബിലിറ്റിന്റെ, ആക്യുറസി, പിന്നെ എന്താണ്? ഒബ്സർവിംഗ് ഓഫ് ത്രെഫ്റ്റ് ആൻഡ് പിൽഫ്രേജ്, എക്സാമിനിങ് ഓഫ് സിസ്റ്റം, റിവ്യൂ ഓഫ് സേഫ്റ്റി. 5 കാര്യങ്ങളാണ് കേട്ടോ. കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കിട്ടിയില്ലേ അത്? മനസ്സിലായോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഭാഗമാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. എന്താണ്? കോഡിഫിക്കേഷൻ. എന്താണ് കോഡിഫിക്കേഷൻ? കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോഡീകരിക്കുക. ഓക്കെ, പിന്നെന്താ? കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് ആണ്. മെഡിക്കൽ കോഡുകൾ ഉണ്ടാവും, ഓർഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പഠിക്കാൻ പോകുന്നത് കോഡിഫിക്കേഷൻ ആണ്. നോക്കി എല്ലാവരും. കോഡിഫിക്കേഷൻ
is the process of representing an item by a number or alphabet. എന്താ പറയുന്നത്? ഇപ്പോ ഒരു ഐറ്റം റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു ഐറ്റത്തിനെ നമ്മൾ നമ്പറോ അല്ലെങ്കിൽ ആൽഫബറ്റോ യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു ഐറ്റത്തിനെ എന്താണ് ആൽഫബറ്റോ നമ്പേഴ്സോ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ? കോഡിഫിക്കേഷൻ എന്താണ്? ഓരോ ഐറ്റത്തിനെയും ചിലപ്പോ 1 2 3 4 അല്ലെങ്കിൽ ABC എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു ഐറ്റത്തിനെ നമ്പർ കൊണ്ടോ ആൽഫബറ്റ് കൊണ്ടോ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, the digits of which shows the groups and subgroups, the types and magnitude of the item. അപ്പോ ഓരോ ഐറ്റത്തിന് ചിലപ്പോൾ എന്താണ് സബ് ഗ്രൂപ്പ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ആയിട്ടോ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മാഗ്നിറ്റ്യൂഡ്? എന്താണത്? വ്യാപ്തി അല്ലെങ്കിൽ എത്ര അളവിലാണ് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്ക് കോഡിഫിക്കേഷനിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വ്യാപ്തി. ഓക്കെ, എത്ര അളവിലാണോ ആ ഐറ്റം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ്? എത്ര ക്വാണ്ടിറ്റിയിലാണ്. അല്ലെങ്കിൽ പൗഡർ പോലെയുള്ള ഐറ്റംസ് നമ്മൾ പറഞ്ഞില്ലേ, പൗഡർ പോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കോഡിഫിക്കേഷനിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഐറ്റത്തെ നമ്പർ ആയിട്ടോ ആൽഫബറ്റ് ആയിട്ടോ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോ എങ്ങനെയാവാം? ഗ്രൂപ്പ്സുകളായിട്ടായിരിക്കാം കോഡിഫിക്കേഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ്? സബ് ഗ്രൂപ്പ്സ് ഉണ്ടാവും, ടൈപ്പുകൾ ഉണ്ടാവും. അതുപോലെ എന്താണ്? വ്യാപ്തി, മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപ്തി അല്ലെങ്കിൽ എന്താണ്? എത്ര അളവിലാണ് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? കോഡിഫിക്കേഷൻ ആ പാരഗ്രാഫ് മനസ്സിലായോ? ഇനി നെക്സ്റ്റ് പോർഷനും കൂടി പറയുമ്പോ ഒന്നും കൂടി ക്ലിയർ ആവും കേട്ടോ. എന്താണ്? കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റം. പല തരത്തിലുള്ള കോഡിഫിക്കേഷൻ ഉണ്ട്. നോക്കിയേ, ഫസ്റ്റ് വണ്ണാണ് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റംസ്. എന്താണ് ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാല്? ന്യൂമറിക്കൽ എന്താ? നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഐറ്റംസിനെ കോഡിങ് ചെയ്യുന്നു. ക്ലിയർ ആയോ? നോക്കിയേ, പ്രൊവൈഡിങ് നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ്സ് ഇൻ എ സ്റ്റോൺ എന്നാണ് കേട്ടോ. അവിടെ അത് സ്റ്റോർ എന്നാക്കണം, സ്പെല്ലിംഗ് എറർ ഉണ്ട്. സ്റ്റോർ എന്നാക്കണം കേട്ടോ. STORE, സ്റ്റോർ. ഓക്കെ, providing numbers to understand the groups in a store. എന്താണ്? നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഐറ്റംസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇത് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എക്സാമ്പിൾ നോക്കിയേ, 1 to 99 എന്താണ് അത് മീൻ ചെയ്യുന്നത്? ആ കോഡിങ് എന്താ മീൻ ചെയ്യുന്നത്? സർജിക്കൽ ഐറ്റംസ്. സർജിക്കൽ ഐറ്റംസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂമറിക്കൽ കോഡിംഗ് ആണ് എന്ത്? 0 to 99. ക്ലിയർ ആയോ? എക്സാമ്പിൾ മനസ്സിലായോ? എന്താണ്? സർജിക്കൽ ഐറ്റംസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം ആണ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ കോഡിംഗ് ആണ് എന്ത്? 0 to 99. 0 to 99 എന്ന് പറയുമ്പോൾ എന്താണ്? സർജിക്കൽ ഐറ്റംസ് ആണ് എന്നുള്ളത് ഓർമ്മ വരണം കേട്ടോ. ഇത് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. മനസ്സിലായോ? അത് എക്സാമ്പിൾ മനസ്സിലായോ? സർജിക്കൽ ഐറ്റത്തിന്റെ കോഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. ഓക്കെ, ഇനി എന്താണ്? ആൽഫബറ്റിക്കൽ അല്ലെ? ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം ആണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. ആൽഫബറ്റിക്കൽ അറിയാലോ എന്താണ്? ആൽഫബറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് കോഡിംഗ് നടത്തുന്നു.
Alphabets are used to codify the materials. Alphabets use ചെയ്തുകൊണ്ടാണ് ഇവിടെ coding നടത്തുന്നത്. First 3 letters used. എന്താണ്? First 3 letters ആണ് ഇവിടെ codification നടത്തുന്നതിന് വേണ്ടിയിട്ട് represent ചെയ്യുന്നത്. Okay. For example, സർജിക്കൽ എന്നുള്ളതിന് അവിടെ SU എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ. അവിടെ R എന്ന് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് 3 letters ആണ് സർജിക്കലുമായിട്ട് ബന്ധപ്പെട്ട കോഡിഫിക്കേഷൻ വരുന്നത്. SUR എന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഇനി പെട്ടെന്ന് എക്സാമിന്റെ ടൈമിലൊക്കെ വായിച്ചു നോക്കുമ്പോ കിട്ടില്ല. SUR എന്ന് ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് 3 letters ആണ് ആൽഫബറ്റില് നമ്മള് കോഡിംഗ് ആയിട്ട് പറയുന്നത്. സർജിക്കൽ എന്ന് പറയുമ്പോ എന്താണ്? ഫസ്റ്റ് 3 letters അവിടെ കോഡിംഗ് ആയിട്ട് കോഡിഫിക്കേഷൻ നടത്തുന്നു. SUR. കിട്ടിയില്ലേ? ഇനി നോക്കിയേ, ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. അപ്പൊ എന്താണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോ? എന്തൊക്കെ വരാം? ലെറ്റേഴ്സ് ഉണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും അല്ലെ? ഓക്കെ. It is the combination of alphabetical and numerical system. ആരുടെയൊക്കെ കോമ്പിനേഷൻ ആണ്? ആൽഫബറ്റിക്കലിന്റെയും ന്യൂമറിക്കൽ സിസ്റ്റത്തിന്റെയും നമ്പേഴ്സിന്റെയും ആൽഫബറ്റിന്റെയും കോമ്പിനേഷൻ ആണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ. യൂസ് ആൽഫബറ്റ്സ് ടു ഷോ മെയിൻ ഗ്രൂപ്സ് and numbers or subgroups or vice versa. എന്താണ്? ആൽഫബറ്റ്സിനെ മെയിൻ ഗ്രൂപ്പ് ആയിട്ടും നമ്പേഴ്സിനെ സബ് ഗ്രൂപ്പ് ആയിട്ടുമാണ് അവിടെ കോഡിഫിക്കേഷൻ നടത്തുന്നത്. ആൽഫബറ്റ്സിനെ മെയിൻ ഗ്രൂപ്പ് ആയിട്ടും നമ്പേഴ്സിനെ സബ് ഗ്രൂപ്പ് ആയിട്ടും. ഇനി പിന്നെന്താണ്? തിരിച്ചും സംഭവിക്കാം. ആൽഫബറ്റ്സിനെ സബ് ഗ്രൂപ്പ് ആയിട്ടും അതുപോലെ നമ്പേഴ്സിനെ മെയിൻ ഗ്രൂപ്പ് ആയിട്ടും കോഡിഫിക്കേഷൻ നടത്തുന്നുണ്ട്. രണ്ടും അങ്ങോട്ട് തിരിച്ചും മറിച്ചും കോഡിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റത്തില് ആൽഫബറ്റിന്റെയും നമ്പേഴ്സിന്റെയും കോമ്പിനേഷൻ ആണ്. രണ്ടും ആൽഫബറ്റും ന്യൂമറിക്കലും കൂടിയിട്ടാണ് അവിടെ കോഡിങ് നടത്തുന്നത്. ആൽഫബറ്റിനെ മെയിൻ ഗ്രൂപ്പ് ആയിട്ടും അതുപോലെ തന്നെ നമ്പേഴ്സിനെ സബ് ഗ്രൂപ്പ് ആയിട്ടുമാണ് കോഡിഫിക്കേഷൻ നടത്തുന്നത്. ഇതുപോലെ തന്നെ എന്താണ്? തിരിച്ചും സംഭവിക്കാം കേട്ടോ. ആൽഫബറ്റിനെ സബ് ഗ്രൂപ്പ്സ് ആയിട്ടും അതുപോലെ നമ്പേഴ്സിനെ മെയിൻ ഗ്രൂപ്പ്സ് ആയിട്ടും കോഡിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, ഡെസിമൽ സിസ്റ്റം. എന്താ ഡെസിമല്? ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഡെസിമൽ സിസ്റ്റം. എന്താ ഡെസിമല്? പോയിന്റ് ഇട്ട് വരുന്നതല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. പോയിന്റ് കൊടുത്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഡെസിമൽ സിസ്റ്റം. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ഐറ്റം. എക്സാമ്പിൾ നോക്കിയേ, 50.1432. അതെന്താ? അതാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡെസിമൽ ആയിട്ട് ഓരോ ഐറ്റത്തിനും എന്ത് ചെയ്യുന്നത്? കോഡിംഗ് നടത്തുന്നു. ക്ലിയർ ആയില്ലേ? ഇത് കൂടുതലും പറയണ്ടല്ലോ. വായിച്ചാൽ മനസ്സിലാവുന്നതല്ലേ? മനസ്സിലായോ? 4 വരെയുള്ള പോയിന്റ്സ് ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി എന്താണ്? കൊഡാക് സിസ്റ്റം. കൊഡാക് സിസ്റ്റം നോക്കിയേ, യൂസിങ് 10 digits represent an items. എന്താണ്? ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 10 digits ആണ് യൂസ് ചെയ്യുന്നത്. അടിയിലൊന്ന് വരച്ചു വെക്കാം കേട്ടോ. കൊഡാക് സിസ്റ്റം എന്താണെന്ന് ചോദിക്കാം. എന്താണ്? ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 10 digits യൂസ് ചെയ്യുന്നുണ്ട്. This is better to use in surgical department. അപ്പോ ഈ കൊഡാക് സിസ്റ്റം യൂസ് ചെയ്യുന്നത് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഐറ്റംസിനെയാണ് കൂടുതലും ഈ കൊഡാക് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത്രയും മാത്രം മനസ്സിലാക്കുക. എന്താണ്? ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനായിട്ട് എന്താണ്? 10 digits ആണ് അവിടെ കോഡിംഗ് നടത്തുന്നത്. ക്ലിയർ ആയോ? ഇനി ബ്രിഡ്ജ് സിസ്റ്റം. കൊഡാക് സിസ്റ്റവും ബ്രിഡ്ജ് സിസ്റ്റവും ഇമ്പോർട്ടന്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. കൊഡാക് സിസ്റ്റം ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി ബ്രിഡ്ജ് സിസ്റ്റം എന്താണ്? യൂസിങ്
7 digits to represent a specific item. അപ്പോൾ എന്താണ് സ്പെസിഫിക് ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 7 digits ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കൊഡാക് സിസ്റ്റത്തിൽ എത്രയായിരുന്നു? ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 10 digits ആയിരുന്നു. ഒരു സിസ്റ്റത്തിൽ എന്തായിരുന്നു? 7 digits ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് based on numerical system. Example നോക്കിയേ 1.02.00.00 മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡിംഗ് ആണിത്. എന്താണ്? 1.02.00.00. ഇനി അടിയിൽ കൊടുത്തിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് കേട്ടോ. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി, പഠിക്കണമെന്നില്ല, വായിച്ച് മനസ്സിലാക്കി മതി കേട്ടോ. എന്താണ്? ബ്ലഡ് ഗ്യാസ് അനലൈസർ 1.02.01.00. മെഡിക്കൽ മോഡൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേഡിയൻ ട്രേയുടെ ഒരു സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, എക്സാമ്പിൾ ആണത് കേട്ടോ. എന്താണ് മോഡൽ ഗ്യാസ് നോക്കിയേ? 1.02.01.01. അതുപോലെ തന്നെ എന്താണ്? വോയിസ് അപ്പാരറ്റസ് പെയിന്റഡ് മോഡൽ അനസ്തെറ്റിക്സ് മെഷീന്റെ കോഡാണ് കൊടുത്തിരിക്കുന്നത്. 1.02.02.00. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ ആണ്. നമ്മൾ നമ്പർ കൊടുത്തിട്ടാണ് ഓരോ ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പറഞ്ഞത് എന്താണ്? ആൽഫബറ്റിക്കൽ കോഡിംഗ് സിസ്റ്റം ആണ്. ആൽഫബറ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അവിടെ എത്ര ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എത്ര ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ സർജിക്കൽ ആണെങ്കിൽ 3, ഫസ്റ്റ് 3 ലെറ്റർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റത്തിൽ എന്താണ്? ഏതിന്റെ കോമ്പിനേഷൻ ആണ്? ആൽഫബറ്റിന്റെയും ന്യൂമറിക്കൽ സിസ്റ്റത്തിന്റെയും അല്ലെ, നമ്പേഴ്സിന്റെയും ആൽഫബറ്റിന്റെയും കോമ്പിനേഷൻ ആണ് അവിടെ കോഡിംഗ് നടത്തുന്നത്. ഇനി എന്താണ്? ഡെസിമൽ സിസ്റ്റം. പോയിന്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോഡിംഗ് നടത്തുന്നുണ്ട്. കൊഡാക് സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ എത്ര ഡിജിറ്റ്സ് ആണ്? 10 digits ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ബ്രിഡ്ജ് സിസ്റ്റം എന്താണ്? ഒരു സ്പെസിഫിക് ഐറ്റത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് 7 digits ആണ്. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജസ്റ്റ് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ എന്നും കൂടി പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ നോട്ട്സ് ഫോർ ക്ലാസിഫിക്കേഷൻ യൂസേഴ്സ്. ഫസ്റ്റ് പോയിന്റ് നോക്കി, എ ബി സി അനാലിസിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ABC അനാലിസിസ് കേട്ടിട്ടുണ്ടല്ലേ? ഓരോ ഐറ്റത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എയിൽ വരുന്നത് എ കാറ്റഗറിയിൽ വരുന്നത്, ബി കാറ്റഗറിയിൽ വരുന്നത്, സി കാറ്റഗറിയിൽ വരുന്നത് എന്നിങ്ങനെ നമ്മള് ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അതാണ് ABC അനാലിസിസ്. നമ്മള് ഈ നെക്സ്റ്റ് പോർഷൻസിലൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അടുത്ത പേജിൽ പഠിക്കാനുണ്ട്. കൂടുതലായിട്ട് മിസ് പറഞ്ഞതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, കൂടുതൽ പേർക്കും അറിയാം ABC കാറ്റഗറി എന്നുള്ളത്. ഓക്കെ, എന്താണ് ഫസ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. ABC annual value of to control the alphabetical approach conception of purchase, storing or always better control. Items concern an issue of material in the normal course of business. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഓരോ ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മെറ്റീരിയൽസ് ആവശ്യമാണ്. ആ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോഴും എന്താണ് അവിടെ ഒരു സ്റ്റോക്ക് കൺട്രോളിങ് അല്ലെ, നിയന്ത്രണങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോക്ക് കൺട്രോളിങ്
നടത്തുന്നത്? ഓവർ യൂസ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്തുകൊണ്ട് പിന്നീട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. കുറച്ച് പിടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പിന്നെയുള്ള മന്തുകളിലും ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ കൺട്രോളിങ് നടത്തുന്നത്. ഇൻവെന്ററി കൺട്രോൾ ആയാലും സ്റ്റോക്ക് കൺട്രോൾ ആയാലും നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഇങ്ങനെ ഇൻവെന്ററി കൺട്രോൾ നടത്തുമ്പോൾ ABC അനാലിസിസിൽ യൂസ് ചെയ്യുന്നത് ആൽഫബറ്റിക്കൽ അപ്രോച്ചസ് ആണ്. ആൽഫബറ്റിക്കൽ അപ്രോച്ചസ് വഴിയാണ് സ്റ്റോക്ക് കൺട്രോളിംഗ് നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ എയിൽ വരുന്ന മെറ്റീരിയൽസ്, അതുപോലെ ബിയില് കുറച്ച് മെറ്റീരിയൽസ് വരും, സിയില് മെറ്റീരിയൽസ് വരും. അപ്പൊ ABC എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നു. അത്രയും മാത്രം ഒന്ന് അതിനകത്ത് മനസ്സിലാക്കാം. പിന്നീട് ഇനി കൂടുതലായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഇത്ര വരെയും ക്ലിയർ ആയോ? നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ സ്റ്റോക്ക് കൺട്രോളിംഗ് ആവശ്യമാണ്. അപ്പൊ ആ സ്റ്റോക്ക് കൺട്രോളിംഗ് നടത്തുന്നത്, ABC അനാലിസിസിൽ സ്റ്റോക്ക് കൺട്രോളിംഗ് നടത്തുന്നത് ഫുൾ ഫോം ഉണ്ട്, അടിയിലുണ്ട് കേട്ടോ, പഠിക്കണം. ഓക്കെ. അപ്പൊ സ്റ്റോക്ക് കൺട്രോളിംഗ് നടത്തുന്നത് ആൽഫബറ്റിക്കൽ അപ്രോച്ചസ് വഴിയാണ്. ABC എന്ന് പറഞ്ഞ ഓരോ ഐറ്റത്തിനെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ സ്റ്റോക്ക് കൺട്രോളിംഗ് നടത്തുന്നത്. ABC എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു. ഇത്രയും വരെ ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? ഓക്കെ ആണ്. ഇനി നോക്കിയേ, VED എന്തായിരിക്കും? VED എന്താ? V എന്ന് പറഞ്ഞാല് വൈറ്റൽ, E എന്ന് പറഞ്ഞാൽ എന്താണ്? എസെൻഷ്യൽ, D എന്ന് പറഞ്ഞാല് ഡിസൈറബിൾ. ചോദിക്കാം VED എന്താണ് ഫുൾ ഫോമോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാം. അപ്പൊ എന്താണ്? V എന്ന് പറഞ്ഞാല് എസെൻഷ്യൽ ആണ്, V എന്ന് പറഞ്ഞാല് വൈറ്റല്, E എന്ന് പറഞ്ഞാല് എസെൻഷ്യല്, D എന്ന് പറഞ്ഞാല് ഡിസൈറബിൾ. Critical nature of a particular item used to determine the stock level. ഇവിടെ എങ്ങനെയാണ്? ഐറ്റത്തിനെ അല്ലെങ്കിൽ എന്താണ്, ഒരു ഐറ്റത്തിന്റെ നിർണായക സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എന്താണ് ഇമ്പോർട്ടന്റ് അല്ലെ, വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐറ്റം ഏതാണ് എന്നുള്ളത് ക്ലാസിഫൈ ചെയ്യുന്നു. B കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അതുപോലെ എസെൻഷ്യല്, ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഏതാണ് എന്ന് നോക്കിയിട്ട് ഈ കാറ്റഗറിയില് ക്ലാസിഫിക്കേഷൻ നടത്തുന്നു. ഇനി ഡിസൈറബിൾ, അഭികാമ്യമായിട്ട് വേണ്ടത് അല്ലെങ്കിൽ അഭികാമ്യമായിട്ടുള്ളത് ഏത് മെറ്റീരിയൽ ആണ് എന്നുള്ളതും നോക്കി മനസ്സിലാക്കി D കാറ്റഗറിയിൽ അത് ക്ലാസിഫൈ ചെയ്യുന്നു. അവിടെ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഐറ്റത്തിന്റെ നിർണായക സ്വഭാവത്തെ മനസ്സിലാക്കി അല്ലെങ്കിൽ നിർണായക സ്വഭാവത്തെ നോക്കിക്കൊണ്ടാണ് അവിടെ ഐറ്റത്തിനെ, ഓരോ മെറ്റീരിയൽസിനെയും ക്ലാസിഫൈ ചെയ്യുന്നത്. B കാറ്റഗറി, E കാറ്റഗറി, D കാറ്റഗറി, അങ്ങനെയാണ് മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. മനസ്സിലായോ? ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടാ. B എന്താണ്? വൈറ്റൽ ആണ്, പ്രധാനപ്പെട്ട മെറ്റീരിയൽ എന്താണ്, അതുപോലെ എസെൻഷ്യൽ ആയിട്ടുള്ളത്, അത്യാവശ്യം അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഏതാണ്, ഇനി അഭികാമ്യമായിട്ടുള്ള മെറ്റീരിയൽ ഏതാണ്, അങ്ങനെയുള്ളത് ഇവിടെ VED എന്ന് പറഞ്ഞ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നു. ഇനി എന്താണ്? തേർഡ് വൺ നോക്കേ, HML. എന്താണ് H എന്ന് പറഞ്ഞാൽ? എന്താണ്? ഹൈ അല്ലെ. ഇവിടെ എന്താണ്? യൂണിറ്റ് ഓഫ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ ടു കൺട്രോൾ പർച്ചേസ്. ഇവിടെ എന്താണ്? ഓരോ മെറ്റീരിയൽസിന്റെയും പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ, ഓരോ മെറ്റീരിയൽസിലും വരുന്ന കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോ H എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ കോസ്റ്റ് വരുന്നത് ഏതാണ്, അതുപോലെ M എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയം കോസ്റ്റിൽ വരുന്ന മെറ്റീരിയൽ ഏതാണ്, ഇനി L എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ കോസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്. അങ്ങനെ നോക്കിയിട്ടാണ് ഓരോ മെറ്റീരിയൽസിനെയും ക്ലാസിഫിക്കേഷൻ ഏതില് നടത്തുന്നത്? HML അതില് നടത്തുന്നത്. ക്ലിയർ ആയോ? H എന്ന് പറഞ്ഞാല് ഹൈ കോസ്റ്റ്, M എന്ന് പറഞ്ഞാല് മീഡിയം കോസ്റ്റ്, അതുപോലെ ലോ കോസ്റ്റിൽ വരുന്ന മെറ്റീരിയൽസ്. അങ്ങനെ
3 തരത്തിലാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. കിട്ടിയില്ലേ? തേർഡ് വൺ മനസ്സിലായോ? ഓക്കെ. ഇനി നോക്കിയേ, ഫോർത്ത് വൺ നോക്കിയേ, X, Y, Z depends on to review the inventory to inventory value. Inventories എന്നാക്കണം കേട്ടോ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. Inventories എന്നാണ്. Inventory value, inventories and of items stored, they are used at scheduled intervals. എന്താണ് പറയുന്നത്? ഇവിടെ XYZ ക്ലാസിഫിക്കേഷനില് ഓരോ വസ്തുവിന്റെയും മൂല്യം എന്താണ് എന്നുള്ളത് അനുസരിച്ചാണ് നമ്മളിവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. വാല്യൂ ഇൻവെന്ററീസ് അല്ലെ, വാല്യൂ മൂല്യം എങ്ങനെയാണ് ഓരോ മെറ്റീരിയൽസിന്റെയും. അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ലേ, തിരുത്തിയില്ലേ? അത് വാല്യൂ ഇൻവെന്ററീസ് എന്നാക്കണം കേട്ടോ. ഓക്കെ. എന്താണ് ഓരോ മെറ്റീരിയൽസിന്റെയും എന്താണ് വാല്യൂ അനുസരിച്ചാണ് നമ്മളിവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. പിന്നെ ഓരോ നിശ്ചിത ഇടവേളകളിലായാലും ഓരോ മെറ്റീരിയൽസിന്റെയും വാല്യൂവിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാസ്ക്, നമ്മൾ ഏത് ടൈമിലാണ് മാസ്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? യൂസ് ചെയ്തിരുന്നത് ഏത് ടൈമിലായിരുന്നു? അറിയാൻ പറ്റുമോ? കൊറോണ ടൈമിലല്ലേ. കൊറോണ ടൈമിൽ എന്തായിരുന്നു? പെട്ടെന്ന് രോഗം പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും മാസ്ക് വെച്ചിട്ടാണ് നടക്കാറല്ലേ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും മാസ്ക് വെക്കാറുണ്ടോ? ഇല്ലല്ലേ, കുറവാണല്ലേ, യൂസ് ചെയ്യുന്നത് കുറവാണ്. അപ്പൊ എന്താണ്, ഓരോ ടൈമില് കൊറോണ ടൈമിലായപ്പോ എന്താണ്, ആ മാസ്കിന്റെ മൂല്യം കൂടുതലായിരുന്നു ആ മാസ്കിന്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, പൊടിയൊക്കെ വരുമ്പോ നമ്മൾ വെക്കാറുണ്ട്. ഇപ്പൊ പൊടി കാരണം എന്താണ്, ഓരോരുത്തരും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വെക്കാറുണ്ട്. അതുപോലെ തന്നെ എന്നിരുന്നാൽ കൂടിയും എന്താണ്, കൊറോണ ടൈമിലായിരുന്നു നമ്മൾ കൂടുതലും യൂസ് ചെയ്തിരുന്നത്. അപ്പോ ആ കൊറോണ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മാസ്കിന് മൂല്യം കൂടുതലായിരുന്നു. അതിനുശേഷം എന്താണ്, മൂല്യം കുറഞ്ഞു തുടങ്ങി. ക്ലിയർ ആയോ? കൺസെപ്റ്റ് മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഓരോ മെറ്റീരിയൽസിന്റെയും മൂല്യം എന്താണോ അതിനനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ക്ലിയർ ആയില്ലേ? ഇതിന് എക്സ്പാൻഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മൂല്യം എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. XYZ കാറ്റഗറൈസ് ചെയ്യുന്നത് ഓരോ മെറ്റീരിയൽസിന്റെ മൂല്യം അനുസരിച്ചാണ്, മൂല്യത്തിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് നമ്മളിവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത്. നിശ്ചിത ഇടവേളകൾ ഓരോ ഇന്റർവെൽസിലാവുമ്പോഴും ചിലപ്പോൾ അതിലെന്താണ്, ആ മൂല്യത്തിലെ വ്യത്യാസം വരാം. ഇത്ര മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ ആയോ? ഫോർത്ത് പോയിന്റ് ഓക്കെയാണ്. ഇനി എന്താണ്, FSM conception to restrain purchase, fast moving pattern or issue and scrap, slow moving and from the stores or no moving ആക്കണം കേട്ടോ. അവിടെ stores no moving സ്പെല്ലിംഗ് എറർ ഉണ്ട്, എന്നോ നാക്കി കൊടുക്കാം. അപ്പോ F എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് എന്താണ്? ഫാസ്റ്റ് മൂവിങ്. എഫ് മീൻസ് ചെയ്യുന്നത് ഫാസ്റ്റ് മൂവിങ്. എസ് മീൻസ് ചെയ്യുന്നത് എന്താ? എസ് എന്തായിരിക്കും? എഫ് ഫാസ്റ്റ് മൂവിങ് ആണെങ്കിൽ എസ് സ്ലോ മൂവിങ്. ഇനി എന്തായിരിക്കും? നോ മൂവിങ്. അപ്പോ ഓരോ മെറ്റീരിയൽസിന്റെയും മൂവ് ചെയ്യുന്നത് അനുസരിച്ചാണ് ഇവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓരോ മെറ്റീരിയൽസിന്റെയും മൂവ്മെന്റ്സ് അനുസരിച്ച്, മൂവിങ് ചെയ്യുന്നത് അനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അതാണ് FNSM, ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോ മൂവിങ്. ക്ലിയർ ആയില്ലേ? എളുപ്പല്ലേ? കിട്ടണില്ലേ? അത് കൺസെപ്റ്റ് കിട്ടണില്ലേ നിങ്ങൾക്ക്? ഓക്കെ. ഇനി എന്താണ് SDE എന്ന് പറഞ്ഞത് കേട്ടോ. SDE പർച്ചേസിംഗ് പ്രോബ്ലംസ്, ലീഡ് ടൈം, scarce to obtaining in regard to analyst and difficult to
get availability of the item. Purchasing and easy to attain strategies. എന്താ പറയുന്നത്? SDE എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലീഡ് ടൈമിലാണ് ഇവിടെ പ്രോബ്ലംസ് എറൈസ് ചെയ്യുന്നത്. പ്രോബ്ലംസ് വരുന്നത് എവിടെയാണ്? ലീഡ് ടൈമിലാണ്. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡ് ടൈം എന്തായിരുന്നു? ലീഡ് ടൈം നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നതാണ് ലീഡ് ടൈം എന്താണെന്നുള്ളത്. എന്തായിരുന്നു ലീഡ് ടൈം? മറന്നുപോയാ? ഓർഡർ ചെയ്യുന്നത് മുതല് നമ്മുടെ കയ്യില് കിട്ടുന്നത് വരെയുള്ള ടൈം അല്ലേ? ഓക്കെ. അപ്പൊ ഓർഡർ ചെയ്യുമ്പോ എന്താണ്? ചിലപ്പോ അവിടെ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിൽ സാധനം എത്തിയിട്ടില്ലെങ്കിൽ അല്ലെ, ലീഡ് ടൈം കൂടി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്കില് എന്തുണ്ടാകും? ദൗർലഭ്യം അല്ലെ, സ്കെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയർസ് എന്താ? ദൗർലഭ്യം സംഭവിക്കുന്നുണ്ട് അല്ലെ, അത് കിട്ടാനുണ്ടാവില്ല അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയർസ്, ദൗർലഭ്യം സംഭവിക്കുന്നു, സ്റ്റോക്കുകളില് ദൗർലഭ്യം ഉണ്ടാകുന്നു. അതുപോലെ എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് അവൈലബിലിറ്റി ഓഫ് ദ ഐറ്റം. എന്താ പറയുന്നത്? ഇപ്പൊ സ്കെയർസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു നമുക്ക് എന്താണ്? ലീഡ് ടൈം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കില് എന്താണ്? സ്റ്റോക്ക് കിട്ടാനില്ല അല്ലെ, സ്റ്റോക്ക് എടുക്കാനില്ല അല്ലെങ്കിൽ എന്താണ്? മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കില്ല. അതാണ് ദൗർലഭ്യം സംഭവിക്കുന്നുണ്ട്, അവിടെ ദൗർലഭ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫിക്കൽട്ട്. സ്കെയർസിന്റെ പോലെ തന്നെ എന്താണ്? അവിടെ കുറച്ച് ടൈം വേണ്ടി വരുന്നുണ്ട്. നമുക്ക് ഐറ്റം അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് എന്താണ്? കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതാണ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ഈസി ടു അറ്റൈൻ. എന്താണ് ഈസി ടു അറ്റൈൻ? പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ്? ആ മെറ്റീരിയൽസ് കിട്ടുന്നു. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ മെറ്റീരിയൽസ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. SDE അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. സ്കെയർസ് ആയ മെറ്റീരിയൽസ് ഏതാണ്? ഡിഫിക്കൽട്ട്, കിട്ടാനായിട്ട് കിട്ടും നമുക്ക്, എന്നിരുന്നാൽ കൂടിയും ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്, അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഏതാണ്? അതുപോലെ എന്താണ്? പെട്ടെന്ന് കിട്ടുന്നത്, പെട്ടെന്ന് നമുക്ക് ഈസി ടു അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഏതാണ്? അങ്ങനെ മൂന്ന് രീതിയിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെയാണ്. ഒന്നും കൂടി പറയണോ? എന്താണ്? ലീഡ് ടൈം അല്ലെ, ഇവിടെ ലീഡ് ടൈമിലാണ് പ്രോബ്ലംസ് വരുന്നത്. ലീഡ് ടൈമിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്താണ്? ലീഡ് ടൈമിൽ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ആ സാധനം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്കെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സാധനം ഒട്ടും നമുക്ക് കിട്ടുന്നില്ല, സ്കെയർസ്, ദൗർലഭ്യം ഉണ്ടാകുന്നു, അതാണ് സ്കെയർസ് എന്ന് പറഞ്ഞാല്. ഇനി എന്താണ്? ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദ അവൈലബിലിറ്റി ഓഫ് ദ ഐറ്റം. സ്കെയർസിന്റെ പോലെ തന്നെ എന്താണ്? ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നമുക്ക്, എന്നാലും എന്താണ്? ഒട്ടും കിട്ടാനില്ലാത്ത അവസ്ഥയല്ല, നമുക്ക് കുറച്ചുകൂടി ടൈം എടുക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും എന്നുള്ളതാണ് ഡിഫിക്കൽട്ടിൽ വരുന്നത്. ഇനി എന്താണ്? ഈസി ടു അറ്റൈൻ, നമുക്ക് പെട്ടെന്ന് തന്നെ അത് അറ്റൈൻ ചെയ്തെടുക്കാൻ പറ്റിയ മെറ്റീരിയൽ, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്ന മെറ്റീരിയൽസ്. അങ്ങനെ മൂന്ന് രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. SDE, സ്കെയർസ് ഉണ്ട്, ഡിഫിക്കൽട്ട് ഉണ്ട്, ഈസി ടു അറ്റൈൻ ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് 7th നോക്കിയേ, ഗോൾഫ്. എന്താ? G എന്തായിരിക്കും? ഗവൺമെന്റ്. വെരി ഗുഡ്. ഇനി എന്താണ്? ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? അതുപോലെ O എന്താ? ഓർഡിനറി പർച്ചേസ് ആണോ? ലോക്കൽ പർച്ചേസ് ആണോ? അല്ലെ, എല്ലാം എന്താണ്? ലോക്കൽ പർച്ചേസ്. ഇനി ഫോറിൻ പർച്ചേസുമായിട്ട് വരുന്നതാണോ? അങ്ങനെ മെറ്റീരിയൽസിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നു. The source of the material to plan the purchase strategies. എന്താണ്? മെറ്റീരിയൽസ് ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്രോതസ് എവിടെ നിന്നാണ്? നമുക്ക് ഫോറിനിൽ നിന്നാണോ? ഫോറിൻ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ആണോ?
അല്ലെങ്കിൽ നമുക്ക് ലോക്കൽ പർച്ചേസിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ആണോ, ഓർഡിനറിയിൽ നിന്ന് അല്ലെ ഓർഡിനറി പർച്ചേസ് ആണോ, അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ആണോ, അങ്ങനെ നോക്കിയിട്ടാണ് ഓരോ മെറ്റീരിയൽസിനെയും ക്ലാസിഫൈ ചെയ്യുന്നത്. അതിന്റെ സ്രോതസ്, മെറ്റീരിയൽസിന്റെ സ്രോതസ്, സോഴ്സസ് എവിടെ നിന്നാണ്? ഗവൺമെന്റിൽ നിന്നാണെങ്കിൽ ജി എന്ന്, അതുപോലെ ഓർഡിനറി പർച്ചേസ് ആണെങ്കിൽ ഒ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു, ലോക്കൽ പർച്ചേസ് ആണെങ്കിൽ എൽ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു, ഫോറിൻ പർച്ചേസ് ആണെങ്കിൽ എഫ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. അതാണ് ഗോൾഫ്. കിട്ടിയോ? മെറ്റീരിയൽസിന്റെ സ്രോതസ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഗവൺമെന്റിൽ നിന്നാണോ, ഓർഡിനറി പർച്ചേസ് ആണോ, ലോക്കൽ പർച്ചേസ് ആണോ, ഫോറിൻ പർച്ചേസ് ആണോ എന്നുള്ളത് ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി നോക്കിയേ, SOS, seasonal and off-seasonals. Seasonality of the item. To plan the purchasing storing strategies. എന്താണ്? ഒരു വസ്തുവിന്റെ സീസണാലിറ്റി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെ സീസണൽ ആയിരിക്കും ഏതൊക്കെ ഐറ്റംസ് കിട്ടുന്നത് പറയാൻ പറ്റുമോ? സീസണാലിറ്റി അനുസരിച്ച് നമുക്ക് ഐറ്റംസ്, മെറ്റീരിയൽസ് കിട്ടാറില്ലേ? മഴ, മഞ്ഞ് അല്ലെ? അങ്ങനെ അനുസരിച്ചിട്ട് എന്തൊക്കെയാ മെറ്റീരിയൽസ്? മഴയത്ത് എന്ത് മെറ്റീരിയൽസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്? മാംഗോസ്, ഫ്രൂട്ട്സ് കിട്ടാറുണ്ട് അല്ലെ? ഒരു സ്കൂൾ അടയ്ക്കുന്ന ടൈം അല്ലെ, മാർച്ച്, ഏപ്രിൽ, ജൂൺ, അങ്ങനെയുള്ള ടൈമിലല്ലേ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടാറ്, മാങ്ങ കിട്ടാറ്. ഓക്കെ, പിന്നെന്താ? റെയിൻകോട്ട്, അംബ്രല, മഴ സീസണിൽ നമ്മൾ എടുക്കാറുണ്ട് അല്ലെ, കൂട അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങള്. ചക്ക കിട്ടാറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സീസണാലിറ്റി അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റീരിയൽസിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നു. ഓക്കെ, ഓറഞ്ച്. അപ്പൊ റെയിൻകോട്ടൊക്കെ എന്താ? മഴയുള്ള സീസണിലാണ് നമുക്ക് കിട്ടുന്നത്. ഫ്രൂട്ട്സ് ആയാലും എന്താണ്? മഞ്ഞ്, അതുപോലെ എന്താണ്? ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് ആ ടൈമിലാണ് നമുക്ക് കൂടുതലും എന്താണ് മാങ്ങ, ചക്ക അതൊക്കെ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ സീസൺ അനുസരിച്ച് നമുക്ക് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇത് SOS. ഇതാണ് സീസണൽ ആൻഡ് ഓഫ് സീസണൽസ്. കിട്ടിയില്ലേ? നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി എന്താണ്? വെയിൻ ആൻഡ് റാം. അപ്പൊ ഈ രണ്ട് ക്ലാസിഫിക്കേഷനും എക്യുപ്മെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. വെയിൻ ആൻഡ് റാം കേട്ടോ. ഈ രണ്ട് ക്ലാസിഫിക്കേഷനും എന്താണ്? എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നോക്കി, വൈറ്റൽ ആൻഡ് നോർമൽ. ഇമ്പോർട്ടൻസ് ടു പർച്ചേസ്, ടു റിസ്ട്രെയിൻ എസെൻഷ്യൽ ഇമ്പോർട്ടന്റ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മിസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെയിനും റാമും എന്താണ്? എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോ ഇവിടെ എങ്ങനെയാണ്? വൈറ്റൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഏതാണ്? വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെ, സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള ഓരോ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള എക്യുപ്മെന്റ് ഏതാണ്? അതാണ് വൈറ്റൽ. അപ്പൊ BEI എന്നാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി അധികം ഇമ്പോർട്ടന്റ് ഇല്ല, നോർമൽ ആയിട്ട് വരുന്ന എക്യുപ്മെന്റ്സ് ആണ് എന്ത്? N കാറ്റഗറിയിൽ വരുന്നത്. മനസ്സിലായോ? അപ്പൊ വൈറ്റൽ എന്നും നോർമൽ എന്നുമാണ് വെയിനില് കാറ്റഗറൈസ് ചെയ്യുന്നത്. വൈറ്റൽ എന്താണ്? പ്രധാനമായിട്ടുള്ള എക്യുപ്മെന്റ് ഏതാണ്? അവിടെയുള്ള ഓരോ പ്രവർത്തനത്തിനും പ്രധാനമായിട്ട് വേണ്ട എക്യുപ്മെന്റ് ഏതാണ്? അതാണ് വൈറ്റൽ. B കാറ്റഗറിയില്, BEI എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. ഇനി നോർമൽ ആയിട്ടുള്ളത് എന്താണ്? അധികം പ്രാധാന്യമില്ല, എന്നാൽ കൂടിയും എന്താണ്? അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങൾക്ക് വേണം, ആ എക്യുപ്മെന്റ് വേണം എന്നുള്ള കാറ്റഗറിയിൽ, നോർമൽ ആയിട്ടുള്ള എക്യുപ്മെന്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് എന്ത്? N എന്നാണ് കേട്ടോ ആ നോർമൽ എക്യുപ്മെന്റിന്റെ കാറ്റഗറി ചെയ്യുന്നത്. വൈറ്റലും നോർമൽ എന്നും രണ്ട് തരത്തിലാണ് വെയിനില് ഐറ്റംസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. കിട്ടിയില്ലേ അത്? ഇനി എന്താണ്? റാം. റാം എന്താ? റിലയബിലിറ്റി, അവൈലബിലിറ്റി, മെയിൻ്റനൻസ്. ഈ മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഐറ്റമുകളെ
കാറ്റഗറൈസ് ചെയ്യുന്നത്, ഓരോ എക്യുപ്മെന്റിനെയും കാറ്റഗറൈസ് ചെയ്യുന്നത്. റിലേസ് ഓൺ സർവീസ് ഓഫ് എക്യുപ്മെന്റ് ടു പ്ലാൻ പർച്ചേസ് factors and functioning and the maintenance capacity of the equipment. ഞാൻ പറഞ്ഞു വെയിൻ ആയാലും റാം ആയാലും എന്താണ് ഓരോ എക്യുപ്മെന്റ് അനുസരിച്ച് എക്യുപ്മെന്റിന്റെ കാറ്റഗറീസ് ആണ് ഈ വെയിൻ ആയാലും റാം ആയാലും. അപ്പോ ഈ റാം എന്ന് പറഞ്ഞാൽ എന്താണ്? റിലയബിലിറ്റി എന്താണ്? വിശ്വസ്തത അല്ലെ, വിശ്വസ്തത. അതുപോലെ അവൈലബിലിറ്റി, സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ മെയിൻ്റനൻസ്, റിപ്പയർസും കാര്യങ്ങളും മറ്റു കുറ്റപ്പണികളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്, എക്യുപ്മെന്റ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോ ഈ കാറ്റഗറൈസ് റിലയബിലിറ്റി, അവൈലബിലിറ്റി, മെയിൻ്റനൻസ്, ഈ മൂന്ന് കാര്യങ്ങളും അതിന്റെയും അടിസ്ഥാനത്തിൽ, മൂന്ന് കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എക്യുപ്മെന്റിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ആർ കാറ്റഗറിയിൽ വരുന്നവ, എ കാറ്റഗറിയിൽ വരുന്നവ, എം മെയിൻ്റനൻസ് ഉദ്ദേശിക്കുന്നത് എം ആണ്. അപ്പൊ എമ്മിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവ. അങ്ങനെ മൂന്ന് കാറ്റഗറിയാണ് റാമിൽ വരുന്നത്. ഇത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. റിലയബിലിറ്റി, അവൈലബിലിറ്റി, മെയിൻ്റനൻസ്, ആ രീതിയിലാണ് എക്യുപ്മെന്റ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. വെയിൻ ആണെങ്കിൽ എന്താണ്? വൈറ്റല്, നോർമൽ എന്നായിട്ട്, അങ്ങനെ ബിയും എന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? 10 പോയിന്റ് മനസ്സിലായോ? മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇനി? ഓക്കെ, 6th പോയിന്റ് പറയണോ? ഓക്കെ, 6th പോയിന്റ് എന്തായിരുന്നു? 6th പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഒരു ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെറ്റീരിയൽസ് ഓർഡർ കൊടുത്തു, അത് കിട്ടുന്നത് വരെ ഉള്ള ടൈമാണ് ലീഡ് ടൈം. ഈ ലീഡ് ടൈമിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നമുക്ക് എന്താണ് മെറ്റീരിയൽസ് കിട്ടാനായിട്ട് കുറെ ടൈം എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് സ്കേഴ്സ്, എന്താണ് സ്കേഴ്സ്? എന്താ? ദൗർലഭ്യം അല്ലെ, സ്റ്റോക്കില്, നമ്മുടെ ഇപ്പോ സ്റ്റോറിലെ സ്റ്റോക്കില് മെറ്റീരിയൽസ് ഇല്ലാത്ത അവസ്ഥ, അത് ഒട്ടും കിട്ടാനില്ലാത്ത അവസ്ഥ, ദൗർലഭ്യം. ഓക്കെ, അതാണ് സ്കേഴ്സ്. എസ് എന്ന കാറ്റഗറിയിൽ വരുന്നത് കിട്ടാനില്ലാത്ത മെറ്റീരിയലുകളാണ്. അങ്ങനെ ഇനി എന്താണ്? ഡി കാറ്റഗറിയിൽ ഡിഫിക്കൽറ്റി ടു ഗെറ്റ് ദ അവൈലബിലിറ്റി ഓഫ് ദ ഐറ്റം. സ്കേഴ്സിന്റെ അത്രയും എന്താണ്? അത്രയും ഡിഫിക്കൽറ്റ് ഇല്ല, എന്നിരുന്നാൽ കൂടിയും അത് കിട്ടാനായിട്ട് ഇത്തിരി ഡിഫിക്കൽറ്റ് ആണ് അല്ലെ. ലീഡ് ടൈം നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അത് കിട്ടുള്ളൂ. കിട്ടും, എന്നിരുന്നാൽ കൂടിയും എന്താണ്? ഇത്തിരി ഡിഫിക്കൽറ്റ് ആണ് അത് കിട്ടാൻ. അങ്ങനെയുള്ള കാറ്റഗറിയാണ് ഡിയിൽ വരുന്നത്. ഇനി എന്താണ്? ഈസി ടു അറ്റൈൻ. ഈ കാറ്റഗറിയിൽ വരുന്ന എന്താണ്? പെട്ടെന്ന് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്. സ്കേഴ്സ് ഉണ്ട്, ഡിഫിക്കൽറ്റ് ഉണ്ട്, ഈസി ടു അറ്റൈൻ ഉണ്ട്. കിട്ടിയോ മോളെ? മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ് അല്ലെ. ഫസ്റ്റ് പോയിന്റില് എ കാറ്റഗറി, എ ബി സി അനാലിസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മിസ്? എന്താണ്? എ ബി സി എന്ന് മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എ ബി സി അനാലിസിസ് ആണ്. എളുപ്പമാണ് കേട്ടോ. നോക്കിയേ, എ ബി സി അനാലിസിസ്. എ ബി സി അനാലിസിസ് എന്താണെന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, മെയിൻറ്റെയിൻ എ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ്. എ ബി സി എന്നാക്കണം കേട്ടോ, അവിടെ സ്പെല്ലിംഗ് എറർ ഉണ്ട്. എ ബി സി, എ ബി സി അനാലിസിസിലെ എ ബി സി എന്നാക്കാം കേട്ടോ. എ ബി സി, എ ആർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, 6 വെട്ടിയിട്ട് ബി എന്നാക്കണം. എ ബി സി ടെക്നിക്സ് ഈസ് യൂസ്ഡ് എന്നാ പറയുന്നത്? ഇൻവെന്ററീസ് നമ്മൾ പറഞ്ഞു അല്ലെ, കൺട്രോൾ ചെയ്യണം. സ്റ്റോക്കിന്റെ ശരിയായ കൺട്രോളിങ് നിലനിർത്താനായിട്ട് എ ബി സി അനാലിസിസ് ഉപയോഗിക്കുന്നു. എന്താ പറഞ്ഞത്? സ്റ്റോക്കിന്റെ നല്ല രീതിയിലുള്ള കൺട്രോളിങ് ചെയ്യാനായിട്ട് എ ബി സി അനാലിസിസ് ഉപയോഗിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ ആയോ? എ ബി സി അനാലിസിസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? എ ബി സി അനാലിസിസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററി. എന്താണ്? സ്റ്റോക്കിന്റെ ശരിയായ കൺട്രോളിങ്
നിലനിർത്താൻ ABC അനാലിസിസ് യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററി. ഓക്കെ. അപ്പോ എറർ ഉള്ളവര് അത് തിരുത്തണം കേട്ടോ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉള്ളവര്. ഇനി നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. മെറ്റീരിയൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഗ്രൂപ്പ്സ്. നമുക്കറിയാം അല്ലെ എങ്ങനെയാണ് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ABC അനാലിസിസില് 3 ഗ്രൂപ്പ്സ് ആയിട്ടാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? A, B, C അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്. A, B and C according to the cost of the materials and money value of the consumption. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ABC ആയിട്ട് തിരിക്കുന്നത്? According to the cost of the material അല്ലെ, വില എത്രയാണ് ഓരോ മെറ്റീരിയൽസിന്റെയും വില അനുസരിച്ച്, അല്ലെങ്കിൽ വില എത്രയാണ്, വില എത്ര വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട്. അതുപോലെ എന്താണ്? ആൻഡ് മണി വാല്യൂ ഓഫ് കൺസെപ്ഷൻ. എന്താണ്? ആ വസ്തുവിന് എത്ര മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു പറഞ്ഞത്? എന്താണ്? കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ അല്ലെ, ആ മെറ്റീരിയലിന് എന്തോരം വില വരുന്നുണ്ട്, എത്ര വില വരുന്നുണ്ട്. ഇനി സെക്കൻഡ് പറഞ്ഞത് എന്താണ്? മണി വാല്യൂ ഓഫ് കൺസെപ്ഷൻ. ആ മെറ്റീരിയലിന് എത്രത്തോളം മൂല്യം വരുന്നുണ്ട്, ആ മൂല്യം അനുസരിച്ചിട്ടാണ് ഇവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോ ABC അനാലിസിസിൽ 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഏതൊക്കെയാണ് പഠിച്ചത് നമ്മള്? മെയിൻറ്റെയിൻ എ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ്, ABC ടെക്നിക്സ് ഈസ് യൂസ്ഡ് അല്ലെ. പ്രോപ്പർ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട്, ഇൻവെന്ററീസിന്റെ പ്രോപ്പർ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് ABC അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇനി ഓരോ മെറ്റീരിയൽസും കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? 3 ഗ്രൂപ്പ്സ് ആയിട്ടാണ്. A, B, C അങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ABC എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് ആൻഡ് മണി വാല്യൂ ഓഫ് ദ കൺസെപ്ഷൻ. എന്താ പറയുന്നത്? ഓരോ മെറ്റീരിയൽസിന്റെയും വില എത്രയാണ്, അതുപോലെ തന്നെ ആ മെറ്റീരിയൽസിന് ഉണ്ടാകുന്ന വാല്യൂ അല്ലെ, മൂല്യം എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. ഇത്രയും വരെ ഇനി മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നാളെ എടുക്കാം. ഓക്കെ, മനസ്സിലായോ? ഇത്രയും ഓക്കെ ആണ്? ഡൗട്ട് ഒന്നുമില്ലല്ലോ? നാളെ വരുമ്പോ വായിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു.